ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചില്ലി ചിക്കനാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ചില്ലി ചിക്കനേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കണം. അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മൈദയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നീട് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. അത് 1/2 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ സോസാണ്. അതും ഇതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആഡ് ചെയ്യുന്ന സോസ് ചില്ലി സോസാണ്. റെഡ് ചില്ലി സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അധികം തിക്കാവാനും പാടില്ല, എന്നാൽ നന്നായി ലൂസാവാനും പാടില്ല, ഒരു മീഡിയം ലെവൽ. ഇനി നമ്മൾ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ചിക്കനും മസാല എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി പെട്ടെന്ന് എടുത്ത് നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ കുറച്ച് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സവാളയും അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം, അതിൻ്റെ കൂടെ 2 ഗ്രീൻ ചില്ലിയും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് അത് ഹീറ്റ് ആയതിന് ശേഷം നമ്മൾ ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓനിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായി വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും.
ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി, കാരണം നമ്മൾ ഒരു സോസുകളൊക്കെ ഒഴിക്കുന്നത് കാരണം അതിൽ കുറച്ച് സോൾട്ടിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ കുറച്ച് മാത്രം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ സോസുകളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ റെഡ് ചില്ലി സോസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നല്ലൊരു കളറും കൂടി നമ്മളെ ചിക്കന് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അതൊരു 4 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യണം ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ചിക്കൻ സ്റ്റോക്കാണ്. അതായത് ചിക്കൻ്റെ എല്ലോട് കൂടിയ പീസുകൾ വേവിച്ചിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സെമി ഗ്രേവിയിലാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/2 കപ്പ് സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ തന്നെയാണ് ഞാൻ ഇതും മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വെള്ളത്തിലും ഇത് മിക്സ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനതൊരു സെമി തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ തിക്കാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സോസിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ചില്ലി ചിക്കനിലും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻസും ആഡ് ചെയ്യും.